യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവയെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വീണ കൊണ്ടും ഗംഭീരസ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. ദൈവനാമ മഹത്വത്തിനായി ക്രിസ്തീയ കീർത്തനങ്ങളിൽ ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. അതുകൊണ്ട് ഞങ്ങളത് കേട്ട് നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാക്കും വണ്ണം നടന്നു ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞവരേണം എന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ചും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും ദീർഘക്ഷമയ്ക്കുമായി സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്കും വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത് പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരെ ആകണമെന്നും അപേക്ഷിക്കുന്നു. അവൻ പാപമോചനമെന്ന വീണ്ടെടുപ്പ് ദൈവമായ കർത്താവേ, ഈ സമയത്ത് തിരുസന്നിധിയിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെയും ദിവ്യന്മാരായ സ്ലീഹന്മാരുടെയും വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് ശ്ലീഹയുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നും നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനക്കുറവാകുമെങ്കിൽ സ്പർശിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ സൗജന്യം ചെയ്യണമേ. വിശുദ്ധ എവൻഗേലിയോന്റെ സാരാംശവും ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലാ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ.
നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ യാഗമായി അർപ്പിക്കുകയും തന്റെ ശരീരം മുറിച്ച് നമ്മെ തീറ്റുകയും തന്റെ വിലാവിനെ തുറന്ന് നമ്മെ കുടിപ്പിക്കുകയും തന്നോടുകൂടെ സ്വർഗത്തിലേക്ക് നമ്മെ ഉയർത്തുകയും ചെയ്ത മിശിഹാ തമ്പുരാന് ദൈവികമായ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായ്ച്ചയില്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായ്ച്ച് നല്ലവനേ ദേതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും ഗുരുക്കന്മാരെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാകുന്ന മഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിന്റെ നാഥനായ ഞങ്ങളുടെ കർത്താവായി ഞങ്ങളുടെ രാജാവായ മശിഹായേ, ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീ ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകല ശിക്ഷകളും കോപത്തിന്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ചു കളയണമേ. സമാധാനത്തിന്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ.
നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരയേറ്റിക്കൊള്ളുന്നു. ഹോശോ വബുഗോൽ ശുഭാൽ നഗുൽമിൻ. പൂർണ്ണ ഹൃദയത്തോടെ തന്നെ നോക്കി വിളിക്കുന്നവരിൽ നിന്ന് സ്തുതിയാകുന്ന യാഗം കൈക്കൊള്ളുന്ന സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പാപികളായി നിന്റെ ദാസരാകുന്ന ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. നിന്റെ വിശുദ്ധ യാഗപീഠത്തെങ്കിലേക്ക് ഞങ്ങളെ ചേർക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും നിന്റെ ജനത്തിന്റെ അതിക്രമങ്ങൾക്ക് വേണ്ടിയും ആത്മീയ കാഴ്ചകളും യാഗങ്ങളും നിനക്കർപ്പിപ്പാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ യാഗം നിനക്ക് അംഗീകാരയോഗ്യമായി തീരുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. നല്ലവനായ നിന്റെ റൂഹ ഞങ്ങളുടെ കർത്താവേ യേശു മിശിഹാ മൂലം ഞങ്ങളുടെ മേലും വെക്കപ്പെട്ടിരിക്കുന്ന ഈ കാഴ്ചകളിന്മേലും വിശ്വാസമുള്ള നിന്റെ സർവ്വജനത്തിന്മേലും വസിക്കുമാറാകണമേ. അവനോടുകൂടെയും നിന്റെ പരിശുദ്ധ റൂഹയോടുകൂടെയും സ്തുതിയും ബഹുമാനവും ആധിപത്യവും എല്ലായ്പ്പോഴും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിങ്കൽ നിന്ന് നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായ നാം ആമീൻ എന്ന ഉത്തരമായിട്ട് പറയണം. കാദീ Kadisho Kadis Ruho Hayo Kadisho പട്ടക്കാരുടെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ഭൂമിയുടെ കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും ജനിച്ചവനും സത്യത്തിലുള്ള സത്യവും ജനിച്ചവനും സത്യമല്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് സകല സൃഷ്ടിക്ക് മുഖാന്തരമായവരും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി ഇറങ്ങി വിശുദ്ധരുവായാൽ കന്യമറിയാവൻ ജഡം ധരിച്ച് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് ശരീരപ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നവനും അവസാനമില്ലാത്ത രാജ്യത്വമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ ഇനി വരുവാനിരിക്കുന്നവനുമായ യേശുവിശായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീകന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധികളായ റൂഹായിലും കാതോലികവും അപ്പോസ്തോലികവുമായ
ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനും പരിപാലിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. ദയവായി എല്ലാവർക്കും ഇരിക്കാം. ഈ ആഴ്ചയിൽ ഞങ്ങളുടെ ജന്മദിനം, വിവാഹ വാർഷികം എന്നിവ കൊണ്ടാടുന്നവർക്ക് അവരവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. എല്ലാ നന്മകളും കൃപകളും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ദാനമായി നൽകുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹീതമായ ദിവസത്തിന്റെ പ്രഭാതത്തിൽ നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ചേർന്ന് വന്ന് കർത്താവ് മതിയായവനാകുന്നു, വല്ലഭനാകുന്നു, നല്ലവനാകുന്നു എന്ന ഒരു പ്രാവശ്യം കൂടി സാക്ഷിപ്പാൻ തക്കവണ്ണം ഒരുക്കി തന്ന വിലപ്പെട്ട അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ആയുസ് നിന്റെ ദാനമാണ്, ആരോഗ്യം നിന്റെ ദാനമാണ്. അതിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൃപകളും നീ ഞങ്ങൾക്ക് ദാനമായിട്ട് നൽകുന്നതാണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അപ്രകാരം ഈ ദിവസങ്ങളിലൊക്കെയും കർത്താവെ, ജന്മദിനം കൊണ്ടാടുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രവേശിച്ചിരിക്കുന്നതായ ആയുസ്സിന്റെ പുതിയ വർഷം ഏറ്റവും അനുഗ്രഹത്തിന്റെ വർഷമാക്കി അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീയുമായുള്ള അനുഗ്രഹീതമായ ബന്ധത്തിൽ തുടർന്നും ജീവിപ്പാൻ തക്കവണ്ണം, കഴിഞ്ഞ നാളുകളേക്കാൾ ഒരു പടി കൂടി നിന്നോട് ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം നിന്റെ മക്കൾക്കെല്ലാം അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ ഒരു വർഷം കൂടി പിന്നിടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദാനമായി കൊടുത്തിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും ശരിയായ വിധത്തിൽ ഉപയോഗിപ്പാൻ തക്കവണ്ണം നിന്റെ മക്കൾക്കും അവിടുന്ന് സഹായിക്കണമേ. കുടുംബമായി ദൈവകൃപകൾ അനുഭവിപ്പാൻ തക്കവണ്ണം എല്ലാവരെയും അവിടുന്ന് യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ ആഗ്രഹങ്ങളും അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ എല്ലായ്പ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന, ഞങ്ങളെ വഴി നടത്തുന്ന നല്ല ദൈവമാകുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. തുടർന്നും നിന്റെ കൃപയിൽ ശരണം വെപ്പാൻ ഞങ്ങളെല്ലാം അവിടുന്ന് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. അറിയിപ്പുകളുള്ളത് പ്രസ്താവിച്ചു കൊള്ളട്ടെ. നമ്മുടെ ഇടവക സേവികാ സംഘത്തിന്റെ ഒരു നോട്ടീസ്. The annual general body meeting of Sevika Sangam will be held on 18th June 2021, 3rd Friday, on Zoom platform at 10 a.m. Agenda: presentation of annual report for the year 2020-2021, presentation of audited accounts for the year 2020-2021, budget for the year 2021-2022, election of office bearers and area representatives of the year 2021-2022. Another matters with the permission of the chair. For Sevika Sangam, Shali Matthew, Secretary. ഇന്ന് വൈകിട്ട് 7 മണിക്ക് ബൗൻപള്ളി ഏരിയ പ്രയർ ഉണ്ടായിരിക്കുന്നതാണ് സൂം പ്ലാറ്റ്ഫോമിൽ. നാളെ വൈകിട്ട് 7 മണിക്ക്, തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് ബാലാനഗർ ഏരിയ പ്രയർ ഉണ്ടായിരിക്കുന്നതാണ്. ഒരു അനുശോചനമുള്ളത് അറിയിക്കട്ടെ. നമ്മുടെ ഇടവകയിൽ GD മെറ്റ്ല കൊമ്പള്ളി ഏരിയ പ്രയർ ഗ്രൂപ്പിൽ എലിയാമ ബാബു LC ആൻറ്റിയുടെ പിതാവ് മിസ്റ്റർ ഇ ജോയ് 75-ാമത്തെ വയസ്സിൽ പുനലൂർ പിറവന്തൂരിൽ സ്വന്തം ഭവനത്തിൽ നിര്യാതനായി. ഇന്ന് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ ശവസംസ്കാര ശുശ്രൂഷയ്ക്കായിട്ട് നാട്ടിലേക്ക് പോകുന്നുവെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട LC ആൻറ്റിയെയും കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സെക്കൻഡറാബാദ് ഇടവകയുടെ പേരിലുള്ളതായ ദുഃഖവും അനുശോചനവും ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നീ ദാനമായി നൽകിയ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞ് നിന്റെ സന്നിധിയിലേക്ക് ചേർന്ന പ്രിയപ്പെട്ട പിതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ കൃപ
അവിടുത്തെ കരുണ ഈ ഭൂമിയിൽ ജീവിച്ച കാലം അത്രയും അനുഭവിപ്പാൻ ഇടയായല്ലോ. നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നിനക്കിഷ്ടമായപ്പോൾ നിന്റെ സന്നിധിയിലേക്ക് നീ വിളിച്ചു ചേർത്തുവല്ലോ, അതിനായി നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാം ഓർത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗീയമായ ആശ്വാസം, സമാധാനം നിന്റെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവുമായുള്ള അഭേദ്യമായ ബന്ധത്തിൽ പ്രത്യാശയോടെ ജീവിപ്പാൻ നിന്റെ മക്കളെ അവിടെ ഇടയാക്കണമേ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട എൽസിയാൻ്റെയും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുടെയും ഒക്കെ യാത്രയിൽ നിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമേ. നാട്ടിൽ എത്തിച്ചേർന്ന് കർത്താവെ, പ്രിയ പിതാവ് ാൻ അവിടുന്ന് ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. St. Luke chapter 2 verses 52. 52-ാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടി വായിക്കട്ടെ. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ നിന്റെ സന്നിധിയിൽ ചേർന്ന് വരുവാൻ, നിന്റെ വചനം ധ്യാനിപ്പാനൊക്കെയും നീ ഞങ്ങൾക്ക് ഒരുക്കി തരുന്ന അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ വചനം ഏത് ആത്മാവിനാൽ എഴുതപ്പെട്ടുവോ അതേ ആത്മാവിനാൽ ഇതിനെ ധ്യാനിപ്പാൻ തക്കവണ്ണം, തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഇടയാക്കണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥന കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ഒരിക്കൽ ഒരു മരം ഒരു കുട്ടിയെ വളരെയധികം സ്നേഹിച്ചു. ഈ കുട്ടി അതിരാവിലെ ഈ മരത്തിൻ്റെ ചുവട്ടിൽ വരും, ഈ മരത്തിൻ്റെ മുകളിൽ ചാടിക്കയറും. വളരെയധികം സന്തോഷത്തോടുകൂടി അവൻ്റെ കളികളിൽ ഏർപ്പെട്ടിരുന്നു. അതിൻ്റെ ഫലങ്ങൾ പറിച്ച് കഴിക്കും. ചില വർഷങ്ങൾക്ക് ശേഷം ഈ കുട്ടി ഒരു യുവാവായി ഒരു ദിവസം ഒരു ആഗ്രഹവുമായിട്ട് ഈ മരത്തിൻ്റെ അടുക്കൽ ചെന്നു.
ആ കുട്ടി പറയുകയാണ്, എനിക്ക് ജീവിക്കുവാനായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, പണം ഇല്ല, അതുകൊണ്ട് നിനക്ക് എന്നെ സഹായിക്കുവാനായിട്ട് കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മരം ഈ കുട്ടിയോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ പണമായിട്ട് തരുവാൻ ഒന്നുമില്ല, പക്ഷെങ്കിൽ എൻ്റെ ഈ ശിഖരങ്ങളിൽ, ശാഖകളിൽ, ബ്രാഞ്ചസിൽ മുഴുവൻ ഫ്രൂട്ട്സ് ഉണ്ട്, ഫലങ്ങളുണ്ട്, നീ അത് പറിച്ചുകൊണ്ടുപോയി വിറ്റ് നിന്റെ ജീവിതം നയിച്ചു കൊള്ളുവാനായിട്ട് പറഞ്ഞു. അപ്പോൾ അവൻ അങ്ങനെ ചെയ്തു. കുറേ അധികം വർഷങ്ങൾ കടന്നു പോയപ്പോൾ ഇവൻ താമസിച്ചിരുന്നതായി ദേശത്ത് അവൻ തുടർന്ന് താമസിക്കുവാൻ ഇഷ്ടമില്ലാതെയായി. അപ്പോൾ അവൻ ചെന്ന് വീണ്ടും ഈ മരത്തോട് പറഞ്ഞു, എനിക്ക് ഈ ദേശത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകണം, പക്ഷെങ്കിൽ പോകണമെങ്കിൽ ഇവിടെയുള്ളതായ ഈ വലിയ പുഴ, റിവർ, അത് മറികടന്ന് വേണം എനിക്ക് പോകുവാൻ. അപ്പോൾ എനിക്ക് പോകുവാനായിട്ട് ഒരു ചെറിയ ബോട്ട്, ഒരു ചെറിയ ചങ്ങാടം ഉണ്ടാക്കാനായിട്ട് എനിക്ക് തടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മരം പറഞ്ഞു, ചെങ്ങാടമായിട്ട് എനിക്കൊന്നും തരുവാനായിട്ട് കഴിയില്ല, പക്ഷെങ്കിൽ എൻ്റെ ഒരു ബ്രാഞ്ച് മുറിച്ചെടുത്ത് നീ ചെങ്ങാടം, ബോട്ട് ഉണ്ടാക്കിക്കൊള്ളുവാനായിട്ട് പറഞ്ഞു. ആ യുവാവ് അങ്ങനെ ചെയ്തു. അതിനുശേഷം കുറേയധികം വർഷങ്ങൾക്ക് ശേഷം ഈ യുവാവ് പ്രായമായി ഒരു വൃദ്ധനായിട്ട് തിരികെ വീണ്ടും ഈ ദേശത്തേക്ക് മടങ്ങി വന്നപ്പോൾ താൻ പണ്ട് സ്നേഹിച്ച, അല്ലെങ്കിൽ തന്നെ പണ്ട് സ്നേഹിച്ച ആ മരം ചെറിയ ഒക്കെ ഇലകളും ഒക്കെ ആയിട്ട് പ്രായമായി അവിടെ തന്നെ നിൽപ്പുണ്ട്. ഈ മരത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ വളരെയധികം ക്ഷീണിതനാണ്, അതുകൊണ്ട് എനിക്ക് വിശ്രമിക്കുവാനായിട്ട് നിന്റെ ഈ മരച്ചുവട്, മരത്തിൻ്റെ തണൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു. ആ മരം സന്തോഷത്തോടെ പറഞ്ഞു, നീ പ്രയാസപ്പെടേണ്ട, എൻ്റെ ഈ ശിഖരങ്ങളിൽ കയറി ഇരുന്ന് നീ വിശ്രമിച്ചു കൊള്ളുവാനായിട്ട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ മരത്തെ പോലെ സ്നേഹിക്കുന്ന ചിലർ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. ഈ മരത്തെ പോലെ എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും ഈ ചെറുപ്പക്കാരൻ എന്താണ് ചെയ്തത്? അവൻ അതിൻ്റെ ഫലങ്ങൾ മുഴുവൻ പറിച്ചുകൊണ്ടുപോയി വിറ്റ് അവൻ്റെ ജീവിതം കഴിച്ചു. അവൻ ആ ദേശത്ത് നിന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ശിഖരം മുറിച്ച് അവനൊരു ബോട്ട് ഉണ്ടാക്കിക്കൊണ്ട് ആ ദേശത്ത് നിന്ന് പോയി. തിരിച്ച് വീണ്ടും അവൻ മടങ്ങി വന്ന് ഈ മരത്തോട്, ഞാൻ ക്ഷീണിതനാണ്, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ, നിനക്ക് പ്രയാസമില്ല, എൻ്റെ ചുവട്ടിൽ നീ വിശ്രമിച്ചുകൊള്ളുവാൻ പറഞ്ഞ ആ മരം വീണ്ടും അവനെ ചേർത്ത് നിർത്തുകയാണ്. ഇതുപോലെ ജീവിതത്തിൽ സ്നേഹിക്കുന്നതായ ധാരാളം ആളുകൾ എൻ്റെയും നിങ്ങളുടെയും ചുറ്റുപാടുകളിൽ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വേദഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ 52-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു എന്നുള്ളതാണ്. ഇന്ന് സഭയായിട്ട് വിദ്യാർത്ഥി ഞായറായിട്ട് ആചരിക്കുകയാണ്, സ്റ്റുഡൻറ് സൺഡേ ആയിട്ട് ആചരിക്കുകയാണ്. ഇന്നത്തെ സഭയുടെ തീം എന്ന് പറയുന്നത്, ചിന്താവിഷയം എന്ന് പറയുന്നത്, ഗ്രോയിങ് ഇൻ ഗ്രേസ് ആൻഡ് വിസ്ഡം എന്നുള്ളതാണ്. ജ്ഞാനത്തിലും കൃപയിലും വളരുക എന്നുള്ളതാണ്. ഗ്രോയിങ് ഇൻ ഗ്രേസ് ആൻഡ് വിസ്ഡം. ജ്ഞാനത്തിലും കൃപയിലും വളരുന്നതിൽ കൂടിയാണ് ജീവിതത്തിൽ സ്നേഹമുള്ളവരായിരിക്കാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും ഇടയായിട്ട് തീരുന്നത്. ഈ മരത്തെ പോലെ പ്രയാസങ്ങൾ ഉണ്ടായാൽ, മറ്റുള്ളവരാൽ മുറിവേൽക്കപ്പെട്ടാലും വീണ്ടും വീണ്ടും മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും ഇടയായി തീരണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വിസ്ഡം, ജ്ഞാനം, അത് ദൈവത്തിൽ നിന്ന് മാത്രമേ ലഭിക്കൂ. നമുക്ക് ലോകപ്രകാരം ലഭിക്കുന്നത് അറിവാണ്, നോളജാണ്. ഈ നോളജിനെ ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ ചേർത്ത് വെക്കുമ്പോഴാണ് അത് വിസ്ഡമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ജ്ഞാനം, ദൈവകൃപ നമുക്ക് ലഭിക്കുമ്പോഴാണ് എപ്പോഴും മറ്റുള്ളവരെ കരുതുവാൻ, സ്നേഹിപ്പാൻ എനിക്കും നിങ്ങൾക്കും ഇടയായിട്ട് തീരുന്നത്. ഈ ജ്ഞാനമാണ് യേശുക്രിസ്തുവിനെ സുവിശേഷമാക്കി മാറ്റിയത്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഗോസ്പെൽ. യേശുക്രിസ്തു സുവിശേഷമാണ്, അല്ലെങ്കിൽ സുവിശേഷത്തിൽ അടിസ്ഥാനപ്പെട്ട ഗോസ്പൽ ഓറിയന്റഡ് ലൈഫ് ആണ് യേശു ക്രിസ്തുവിൻ്റെതെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാനും നിങ്ങളും ജ്ഞാനത്തിലും കൃപയിലും വളരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം സുവിശേഷാനുസൃത ജീവിതമായിട്ട് മാറണം. ഒരു വിദ്യാർത്ഥി ആരായിരിക്കണം, ഒരു സ്റ്റുഡൻറ് ആരായിരിക്കണം എന്നുള്ളത് ഭാരത ഋഷി വര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, അവർ പഠിപ്പിച്ചിട്ടുണ്ട്. ആചാര്യാൽ പാദമാദത്വം, പാദം ശിഷ്യസ്വമേധയ, പാദം സബ്രഹ്മചാരിഭ്യ, പാദം കാലക്രമേണതു. ഒരു വിദ്യാർത്ഥി, ഒരു സ്റ്റുഡൻറ് ആരായിരിക്കണമെന്ന് ചോദിച്ചാൽ, അവൻ എങ്ങനെയൊക്കെ വിദ്യാഭ്യാസം നേടണം, അവൻ്റെ അറിവ് നേടണം എന്ന് ചോദിച്ചാൽ, വിദ്യ അഭ്യസിക്കേണ്ടത് 4 വിധത്തിൽ ആയിരിക്കണമെന്നാണ് പറയുന്നത്. ആചാര്യാൽ പാദമാദത്വം, പാദം ശിഷ്യസ്വമേധയ, പാദം സബ്രഹ്മചാരിഭ്യ, പാദം കാലക്രമേണതു. ഗുരുക്കന്മാരിൽ നിന്ന് അവൻ വിദ്യ പഠിക്കണം, ശിഷ്യന്മാരിൽ നിന്ന് അവൻ വിദ്യ പഠിക്കണം, സ്വയമായിട്ട് അവൻ വിദ്യ പഠിക്കണം. അതുമാത്രമല്ല, സഹപ്രവർത്തകരിൽ നിന്ന് വിദ്യ പഠിക്കണം. ഏറ്റവും അവസാനമായി കാലക്രമേണ അവൻ ലോകത്തിൽ ജീവിക്കുന്നതിൽ കൂടി വിദ്യ അഭ്യസിക്കണം, വിദ്യ പഠിക്കണം. അപ്പോൾ ഗുരുക്കന്മാരിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്ന്, സ്വയമായിട്ട്
കാലക്രമേണ ഈ ലോകത്തിൽ ജീവിക്കുന്നതിൽ കൂടി വിദ്യ അഭ്യസിക്കുവാനായിട്ടാണ് ഒരു വിദ്യാർത്ഥിയെ പറ്റി ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതാണ്. എല്ലാ സാഹചര്യങ്ങളിലും യേശു കർത്താവ് പഠിച്ചു. ആ പഠനമാണ് യേശു കർത്താവിനെ ഒരു യഥാർത്ഥ മനുഷ്യനാക്കി തീർത്തത് എന്നുള്ളത് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിട്ട് തരും. അതുകൊണ്ട് 2-3 ചുരുങ്ങിയ ചിന്തകൾ ഈ വേദഭാഗം നമ്മളോട് പങ്കിടുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ വായിച്ചതായ ഗോസ്പൽ പോർഷനിൽ നമ്മൾ കാണുന്നത് നല്ല പതിവുകൾ, ഗുഡ് കസ്റ്റംസ്, അതിവിടെ കാണുവാനായിട്ട് കഴിയും. നല്ല പതിവുകൾ എന്താണ് ഇവിടെ യേശുവിൻ്റെ ജീവിതം സുവിശേഷമായിട്ട് മാറുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത്, അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ ജീവിതം ഗോസ്പൽ ഓറിയന്റഡ് ആയിട്ട് മാറുവാൻ കാരണമായിട്ട് തീർന്നത് യേശുവിൻ്റെ മാതാപിതാക്കൾ അവനെ പരിശീലിപ്പിച്ച നല്ല പതിവുകൾ മൂലമാണ്. 42-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. When he was 12 years old, they went up the feast according to custom. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് ദേവാലയത്തിലേക്ക് യേശുവാകുന്ന പൈതലിനെയുമായി കൊണ്ടുപോയി എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അകന്നു പോകുന്നതായ മക്കളെ ഓർത്ത് അലയുന്നതായ മാതാപിതാക്കൾ ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നതായ ചുറ്റുപാടുകളിൽ ഉണ്ട്. എന്നാൽ പതിവ് പോലെ മക്കളുമായിട്ട് ദേവാലയത്തിൽ പോയതായ മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടമായാലും അവരെ ദേവാലയത്തിനുള്ളിൽ കണ്ടെത്തുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. അവർ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് പിന്നാലെ പരക്കം പാഞ്ഞാലും അവരെ ഒടുവിൽ ദേവാലയത്തിനുള്ളിൽ കണ്ടെത്തുവാനായിട്ട് കഴിയും. ആ നല്ല പതിവുകൾ പുലർത്തിയിരുന്നതായ കുടുംബങ്ങളിൽ, നല്ല പതിവുകൾ പുലർത്തിയിരുന്നതായ മാതാപിതാക്കൾക്ക് ഈ ഒരു വലിയ അനുഭവം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിട്ട് തരും. ഇതെന്തൊരു ഭാഗ്യമായ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. യേശുവിൻ്റെ മാതാപിതാക്കൾ ആ നല്ല കഷ്ടം, ആ നല്ല പതിവ് പുലർത്തിയിരുന്നു. യേശുവുമായിട്ട് അവർ പതിവ് പോലെ ദേവാലയത്തിൽ പോയിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട് സാമൂഹിക ബന്ധങ്ങൾ ഇവിടെ കാണുവാൻ കഴിയും. സോഷ്യൽ റിലേഷൻസ് ഇവിടെ കാണുവാനായിട്ട് കഴിയും. എന്താണ് സാമൂഹിക ബന്ധങ്ങൾ? നമ്മൾ ഈ വേദഭാഗത്ത് വായിക്കുന്നുണ്ട്, അവർ ഒരു ദിവസം യാത്ര ചെയ്തതിനു ശേഷമാണ് ജോസഫും മറിയയും ആരെ അന്വേഷിക്കുന്നത്? യേശുവിനെ അന്വേഷിക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞ് എന്ത് ചെയ്യുന്ന ഒരു ദിവസം കഴിഞ്ഞാണ് അവർ ചോദിക്കുന്നത്. അതിന് കാരണമുണ്ട്. അവരുടെ കൂടെ യാത്ര ചെയ്തവരെല്ലാവരും അവരുടെ പ്രിയപ്പെട്ടവരായിരുന്നു. അവരുടെ വീടിന് അയൽവക്കത്തുള്ളവരായിരുന്നു, അവരുടെ ദേശത്തുള്ളവരായിരുന്നു, അവരുടെ ആ ദേവാലയത്തിൽ ആരാധിക്കുന്നവരായിരുന്നു, ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അപ്പോൾ അവരെല്ലാവരുമായിട്ടുള്ള ഒരു സോഷ്യൽ റിലേഷൻ ആണ് ഈ യേശുവിനെ അവരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു. അത്രമാത്രം കോൺഫിഡൻ്റ് ആയിട്ട് മറ്റുള്ളവരെ അവർ എടുത്തു എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ടതായ സംഗതി. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒക്കെ ഇന്ന് ജീവിക്കുന്നതായ ഈ ലോകത്തിൽ പലപ്പോഴും ഈ ഒരു സാമൂഹിക ബന്ധങ്ങൾ, സോഷ്യൽ റിലേഷൻസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തരും. ദൈവമക്കൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ജനങ്ങൾ, അവരാരും ഒറ്റപ്പെട്ടിരിക്കേണ്ടവരല്ല. മറിച്ച് അവരെല്ലാവരും എപ്പോഴും ഫെലോഷിപ്പിൽ ആയിരിക്കേണ്ടവരാണ്. പല ദേശത്തു നിന്ന് ഇവിടെ വന്ന് പാർക്കുന്നതായ നമ്മൾ, പല വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് പാർക്കുന്നതായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടവരല്ല. ദേവാലയം എന്നതിൻ്റെ അർത്ഥം അതാണല്ലോ. ദേവാലയത്തിൽ വരുന്നതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതാണല്ലോ. നമ്മളുടെ ഒരു വലിയ കൂട്ടായ്മ, ഒരു വലിയ സ്നേഹബന്ധം അത് രൂപപ്പെടുത്തുവാനായിട്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കും ഇടയായിട്ട് തരണം. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് യാത്ര ചെയ്യുക, ഇതൊക്കെ ഇന്ന് പലപ്പോഴും നഷ്ടപ്പെട്ടു. എല്ലാവരും അവരവരുടേതായ സ്വാർത്ഥപരമായ ലോകത്തിലേക്ക് മാറ്റപ്പെടുന്നത് കാണുവാൻ തക്കവണ്ണം ഇടയായിട്ട് തരും. ഒരുമിച്ച് ഒരു കുടിവരവ് നടത്തിയാൽ പോലും ഒരാൾ പറയും എനിക്ക് ചിക്കനാണ് ഇഷ്ടം, അത് മതിയെന്ന് പറയും. മറ്റൊരാൾ പറയും എനിക്ക് മട്ടനാണ് ഇഷ്ടം, അത് മതിയെന്ന് പറയും. എന്നാൽ ഒരു നേരം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ, ഞാൻ ചിക്കൻ കഴിക്കുന്ന ആളാണ്, ഇന്ന് അവർക്ക് വേണ്ടി ഞാൻ കഴിക്കുന്നില്ല, ഞാൻ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്ന് മനസ്സ് കാണിക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നു. നമുക്ക് നമ്മുടേതായ ആഗ്രഹങ്ങൾ, നമ്മുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾ, നമ്മുടേതായ ചിന്തകൾ, അവിടേക്ക് എൻ്റെയും നിങ്ങളുടെയും ജീവിതം മാറ്റപ്പെട്ടു. എന്നാൽ ഈ സംഭവം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് സോഷ്യൽ റിലേഷൻസ്, മറ്റുള്ളവരുമായുള്ള നല്ല വാട്ട് ഈസ് മൈ മിഷൻ, ഞാൻ ആരാണ്, എൻ്റെ ദൗത്യം എന്താണ് എന്നുള്ളത് യേശു കർത്താവ് വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് 12-ാമത്തെ വയസ്സിൽ യേശു കർത്താവിനെ തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞു. അറ്റ് ദ ഏജ് ഓഫ് 12 ജീസസ് റിയലൈസ് ഹിസ് മിഷൻ. ജീസസ് റെക്കഗ്നൈസ് ഹിസ് മിഷൻ. 12-ാമത്തെ വയസ്സിൽ യേശുവിന് അവൻ്റെ ദൗത്യത്തെ പറ്റിയുള്ളതായ ബോധ്യമുണ്ടായി എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തരും. പ്രിയപ്പെട്ടവരെ,
ഈ സെൽഫ് കോൺഷ്യസ്നെസ് ഇല്ലാതെ പോകുന്നതാണ് പലപ്പോഴും നഷ്ടപ്പെടലുകൾക്ക് കാരണമായിട്ട് തീരുന്നത്. ലോസസ് ഒക്വയർ വെൻ ദ സെൽഫ് കോൺഷ്യസ്നെസ് ഈസ് ലോസ്റ്റ്. സ്വയാവബോധം നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഈ നമ്മളെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് കാണുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. ഇവിടെ വളരെ അധികമായി ദൈവകൃപയിലും മനുഷ്യരോടുള്ള ബന്ധത്തിലും ദൈവികമായ ജ്ഞാനത്തിലും വളർന്നു വരുന്നതായ യേശുവിനെ കാണുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ജീവിക്കുന്നതായ ഈ ലോകത്തിൽ നമ്മൾ ആരാണ് എന്ന് ഒരു ബോധ്യമുണ്ടാവണം. നമ്മളെ എന്തിനാണ് കർത്താവ് ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത് എന്നൊരു ബോധ്യമുണ്ടാവണം. ആ അനുഗ്രഹീതമായ ബോധ്യത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും ഇടയായിട്ട് തീരണം. യേശു ജ്ഞാനത്തിലും കൃപയിലും ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധത്തിലും വളർന്നു വന്നു എന്ന് പറയുമ്പോൾ, അവൻ്റെ ജീവിതം അനേകർക്ക് അനുഗ്രഹമായി എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വളർച്ചയും നമ്മുടെ ജീവിതവും അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരട്ടെ. 3 കാര്യങ്ങളാണ് ഈ വേദഭാഗത്ത് നിന്ന് ഒരുമിച്ച് പങ്കിടുവാനായിട്ട് ആഗ്രഹിച്ചത്. യേശുവിൻ്റെ മാതാപിതാക്കൾ നല്ല പതിവുകൾ പുലർത്തിപ്പോന്നു, ഗുഡ് കസ്റ്റംസ്. സാമൂഹിക ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചു, സോഷ്യൽ റിലേഷൻസ്. അതുപോലെ തന്നെ സെൽഫ് കോൺഷ്യസ്നെസ്, സ്വയ അവബോധം അവർ രൂപപ്പെട്ടിരുന്നു. അപ്രകാരം അനുഗ്രഹീതമായ ജീവിതം ഈ ഭൂമിയിൽ നയിപ്പാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ഇടയാകട്ടെ. സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും അതിനായിട്ട് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ മനോഹരമായ പ്രഭാതം നിന്റെ സന്നിധിയിൽ ചേർന്ന് വരുവാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടുന്ന് ഒരുക്കി തന്ന വിലപ്പെട്ട അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. യേശുവിൻ്റെ പൈതൽ പ്രായം മുതലുള്ളതായ ജീവിതത്തെ ഞങ്ങൾ ഓർത്തുവല്ലോ കർത്താവെ. നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ അനുഭവങ്ങളിലും നിന്നോട് ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാർത്ഥപരമായ തീരുമാനങ്ങൾ, സ്വാർത്ഥപരമായ ആഗ്രഹങ്ങൾ, അതിൽ നിന്നൊക്കെ അപ്പുറമായി ദൈവകൃപയിലും ദൈവിക ബോധ്യത്തിലും ജീവിപ്പാൻ തക്കവണ്ണം, ഞാൻ ആരാണ് എന്നുള്ളതായ സ്വയബോധ്യത്തിൽ ഞങ്ങളെ തന്നെ രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാകണമേ. ശുശ്രൂഷയിൽ ഇത്രത്തോളം വ്യാപരിക്കുന്ന ദൈവകൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. തുടർന്ന് നിന്റെ കൃപ അനുഭവിപ്പാൻ ഞങ്ങൾക്കെല്ലാം സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാൻ താല്പര്യപൂർവ്വം ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി അതാത് സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാം. Those who come with preparation for partake the Holy Communion, please stand in your own places and repeat the confession prayer after me. സർവശക്തിയുള്ള ബാവാ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും ആ പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനും ആയി തീരാതെ ജീവനും രക്ഷയ്ക്കും ആക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നാം ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവനിലും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമീൻ.
സകലത്തിൻ്റെയും ദൈവവും കർത്താവുമായുള്ളവേ, അയോഗ്യരാകുന്ന ഞങ്ങൾ വഞ്ചന കൂടാത്തവരും സ്നേഹബന്ധത്തിൽ ഐക്യപ്പെട്ടവരുമായി വിശുദ്ധവും ദൈവികവുമായ ചുംബനം കൊണ്ട് അന്യോന്യം സമാധാനം കൊടുപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും തത്വത്തിൽ നിന്നോട് ഏകത്വമുള്ളവനുമായ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എല്ലാം ഇപ്പോഴും ഞങ്ങൾ കരയേറ്റും ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സഹോദരരെ, നാം എല്ലാവരും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിലും സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന നമ്മുടെ ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഇടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്ത് മശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. സർവസൃഷ്ടിയുടെയും നിർമ്മാതാവിനെ സ്തോത്രം ചെയ്യുവാനും വന്ദിപ്പാനും സ്തുതിപ്പാനും ശരീരികളും അശരീരികളുമായ വാനസേനകളാകുന്ന സൂര്യനും ചന്ദ്രനും സകല നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും സ്വർഗീയ ഊർസ്ലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരായ മാലാഖമാരും പ്രധാന മാലാഖമാരും റീസ് നിവാസന്മാരും സുൽത്താനന്മാരും മൗദ്ബേന്മാരും മാറാവാസന്മാരും ഹൈലേന്മാരും കണ്ണുകൾ വളരെയുള്ള ഗ്രോബേന്മാരും കാലുകളും മുഖങ്ങളും മൂടിക്കൊണ്ട് അന്യോന്യം പറന്ന് ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്തുപാടി ചൊല്ലുന്ന ആറാർ ചിറകുള്ള ശ്രാഭന്മാരും സ്തുതിക്കുന്നവനെ നാമും സ്തുതിക്കണം. കൊയേൻ വോമറേൻ പരിശുദ്ധൻ പരിശുദ്ധൻ പാപമില്ലാത്തവൻ പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം സഹിപ്പാനൊരുങ്ങിയപ്പോൾ തൻ്റെ തൃക്കൈകളിൽ അപ്പം എടുത്തു സ്തോത്രം ചെയ്ത് വാഴ്ത്തി
പിടിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരമാകുന്നു, ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് അരുളി ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കാസയും അവൻ എടുത്തു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമാകുന്നു എന്ന് അരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, നിന്റെ മരണത്തെയും കബറടക്കത്തെയും മൂന്നാം ദിവസത്തെ ഉയർത്തെഴുന്നേൽപ്പിനെയും സ്വർഗാരോഹണത്തെയും പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തുള്ള ഇരിപ്പിനെയും ഭൂലോകത്തെ നീതിയോടെ വിധിച്ച് അവനവന്റെ ക്രിയകൾ പോലെ എല്ലാവരും പ്രതിപകരം ചെയ്യുന്നതായ രണ്ടാമത്തെ നിന്റെ വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു. ഇരുനിമിത്തം രക്തം കൂടാത്ത യാഗമാകുന്ന ഈ ശുശ്രൂഷ നിനക്ക് ഞങ്ങൾ അണയ്ക്കുന്നു. കർത്താവേ, കുറ്റങ്ങൾ പോലെ ഞങ്ങളോട് ചെയ്യരുതേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് പകരം ചെയ്യുകയും അരുതേ. എന്നാലോ നിന്റെ കരുണകളുടെ ബഹുത്വപ്രകാരം നിന്റെ ദാസരായ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഈ സമയത്ത് നിന്റെ ജനവും നിന്റെ അവകാശവുമാകുന്ന ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. ലാഭൂത് ഖാദമറോ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്ത് ദയതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ അപ്പം നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസയിലുള്ള വീഞ്ഞ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഇവയെ
കൈക്കൊള്ളുന്നവരുടെ ദേഹദേഹി ആത്മാക്കളെ നിന്റെ തിരുസഭയുടെ സ്ഥിരതയ്ക്കായി സൽക്രിയകളാകുന്ന ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നതിനായി ശുദ്ധീകരിക്കണമേ. വിശ്വാസമാകുന്ന പാറമേൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതും പാതാളവാതിലുകൾ ജയിക്കാത്തതുമായി തിരുസഭയെ സ്ഥിരപ്പെടുത്തി വേദവിപരീതക്കാർ മുഖാന്തരമുള്ള ഇടർച്ചകളിൽ നിന്ന് അവസാനത്തോളം അതിനെ രക്ഷിച്ചു കൊള്ളണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നിന്റെ സഭ കരേറ്റും ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കർത്താവേ, നാല് ഭാഗങ്ങളുള്ള വിശുദ്ധ സഭയെ മേച്ച് ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റമാർത്തോമാ വലിയ മെത്രാപ്പോലീത്തയെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്തയെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യുവാക്കീം മാർ കൂറിലോസ്, ജോസഫ് മാർ ബർന്നബാസ്, തോമസ് മാർ തിമോഥെയോസ്, ഐസക് മാർ ബിലക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാരിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തെഫാനോസ്, തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പുമാരെയും കശീശന്മാർ, ഷമ്മാശന്മാർ മുതലായി പട്ടത്വത്തിനടുത്ത് എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ രൂപയുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടി കൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിൻ്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റുകൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യാനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴിൽ അവരെ നടത്തണമേ. ഭൂമിയിലുള്ള സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യത്തിന് യോഗ്യതയുള്ളവളും തമ്പുരാനെ പ്രസവിച്ചോളുമായ വിശുദ്ധ കന്യമറിയാമിനെയും ശുദ്ധിമാന്മാരായ നിപന്മാരെയും സ്ത്രീകന്മാരെയും അറിയിപ്പുകാരെയും ഏവൻഗരിസന്മാരെയും സഹതന്മാരെയും മൗദ്യാനന്മാരെയും സകല പരിശുദ്ധാത്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ പിന്നണിയിൽ നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. സത്യവിശ്വാസത്തിൽ മരിച്ചു വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാൾ നീ ഓർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സകലത്തിന്റെ ഉടയവനായ പിതാവായ ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തന്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും വിശുദ്ധിയുമുള്ള തന്റെ റൂഹായെ നാം സ്തുതിക്കുകയും ചെയ്യണം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് അല്പസമയം വേർതിരിക്കാം. ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതം
ദൈവത്തെ ആരാധിപ്പാൻ ദേവാലയത്തിൽ ചേർന്ന് വരുവാൻ, ഭവനങ്ങളിലായിരുന്നു കൊണ്ട് മഹത്വപ്പെടുത്തുവാൻ നമുക്ക് എല്ലാവർക്കും ദൈവം ഒരുക്കിത്തരുന്ന വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ഈ കോവിഡ് രോഗ സമയങ്ങളിൽ ഇത്രത്തോളം കർത്താവ് നമ്മളെ ബലപ്പെടുത്തിയല്ലോ, ശക്തീകരിച്ചുവല്ലോ, നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ കഴിവുകൾ കൊണ്ടോ നമ്മുടെ മിടുക്കുകൾ കൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ വലിയ കരുണയും ദൈവത്തിൻ്റെ വലിയ കൃപയും നമ്മുടെ മേൽ പകരപ്പെട്ടതിനാൽ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നിനക്ക് സ്തുതി. ഇന്ന് നിന്നെ ആരാധിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ശരീരത്തിലും ഞങ്ങളുടെ മനസ്സിലും ആത്മാവിലും നീ ഞങ്ങളെ ബലപ്പെടുത്തിയതിനാൽ നിനക്ക് നന്ദി എന്ന് ആത്മാർത്ഥ ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ സ്തുതി സ്തോത്രങ്ങളെ അർപ്പിക്കാം. നമ്മൾ അധിവസിക്കുന്നതായ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പല വിധത്തിലുള്ളതായ പ്രയാസങ്ങൾ, പല വിധത്തിലുള്ളതായ രോഗങ്ങൾ, പല വിധത്തിലുള്ളതായ പ്രതിസന്ധികളിൽ കൂടി ലോകം മുഴുവനും കടന്നു പോകുമ്പോൾ ആശ്വാസം നൽകുന്ന, സമാധാനം നൽകുന്ന ദൈവകൃപ അനുഭവിപ്പാൻ എല്ലാവർക്കും ഇടയാകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡ് എന്ന മഹാമാരി ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുവാൻ തക്കവണ്ണം, ജനങ്ങൾക്ക് കർത്താവെ സുരക്ഷിതത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സാഹചര്യങ്ങളെ അനുകൂലമാക്കി തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യരുടെ പാപങ്ങൾ, ദൈവവഴികളിൽ നിന്നും തെറ്റായ വിധത്തിൽ ജീവിച്ചു പോയതായ കുറവുകൾ ദൈവമേ നീ കണക്കിടരുതേ, നീ ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മാർത്തോമാ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അഭിമന്യ തിരുമേനിമാരെയും പട്ടത്വ സമൂഹത്തെയും സുവിശേഷകരെയും സേവനിമാരെയും വിശ്വാസികളായ എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സെക്കൻഡറാബാദ് ഇടവകയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. ഹൈദരാബാദ് സെക്കൻഡറാബാദ് സെന്ററിലുള്ള എല്ലാ മാർത്തോമാ ഇടവകകൾക്ക് വേണ്ടിയും, ചെന്നൈ ബാംഗ്ലൂർ ഡയസിന് വേണ്ടിയും, നേതൃത്വം കൊടുക്കുന്ന തിരുമേനിക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലെ ഓരോ ഭവനങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ കൊറോണ കാലഘട്ടത്തിൽ രോഗത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയ ആളുകളുണ്ട്. മരണകരമായ ജീവിത സാഹചര്യങ്ങളെ നേരിട്ടവരുണ്ട്. കർത്താവ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നതായ സൗഖ്യത്തിനായി, വിടുതലിനായി ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. തുടർന്നുള്ളതായ നാളുകളിലും കർത്താവെ എല്ലാവരെയും കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വേർപാടിൻ്റെ വേദനകളിലൊക്കെ ആയിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന എൽസി ആൻ്റിയെയും കുടുംബത്തെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ബാലാനഗർ പ്രയർ ഗ്രൂപ്പിൽ കെയോ സാറാമാൻറ്റിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഫത്തേനഗർ പ്രയർ ഗ്രൂപ്പിൽ ഉഷ ഷാജിയുടെ സഹോദരൻ രാജു അങ്കിള് നാട്ടിൽ ഒരു അപകടത്തെ തുടർന്ന് വിശ്രമിക്കുന്നു. പരിപൂർണമായി വിടുതൽ, സൗഖ്യം കർത്താവ് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബൗൻപള്ളി പ്രയർ ഗ്രൂപ്പിൽ തങ്കശനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശാരീരികമായി ബലം, സൗഖ്യം ദൈവമേ നീ ദാനം ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ വർഷം ഈ ഭൂമുഖത്തു നിന്ന് മാറ്റപ്പെട്ട ദേവദാസന്റെ കൊച്ചമ്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിലായിരിക്കുന്നുവല്ലോ, കർത്താവ് പൂർണ്ണമായ വിടുതലും ആശ്വാസവും കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലെ എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായ ക്രൈസിസിൽ കൂടി കടന്നു പോകുന്ന ആളുകളുണ്ടല്ലോ, കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തെ ഓർത്ത് ഭാരപ്പെടുന്നവരും പ്രയാസപ്പെടുന്നവരും ഉണ്ടല്ലോ. അവരുടെ വിവാഹം, അവരുടെ വിദ്യാഭ്യാസം, നല്ലൊരു തൊഴിൽ, ഇതിനു വേണ്ടിയൊക്കെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. കർത്താവിൻ്റെ കരുണയും കൃപയും അനുഭവിപ്പാൻ ദൈവം എല്ലാവർക്കും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ വിവാഹത്തിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ആയിരിക്കുന്നവരെ ഓർക്കാം. എല്ലാ തടസ്സങ്ങളും മാറി എത്രയും വേഗം അതൊക്കെ നടത്തപ്പെടുവാൻ ദൈവം സാഹചര്യങ്ങളെ അനുകൂലമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്കൂൾ അഡ്മിഷന് വേണ്ടിയൊക്കെ ആഗ്രഹിക്കുന്ന, കോളേജ് അഡ്മിഷന് വേണ്ടിയൊക്കെ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു സീസണിൽ വളരെയധികം ക്രൈസിസിൽ കൂടി ജോലി ചെയ്യുന്നവരെ നമുക്ക് ഓർക്കാം. ഭവനങ്ങളിലായിരുന്നാലും ഓഫീസുകളിലായിരുന്നാലും ജോലി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും മാനസികമായ ധൈര്യം, ബലം കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹോസ്പിറ്റൽ ഫീൽഡുകളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ഓർക്കാം. ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് എല്ലാവർക്കായും നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വൈറസുകളും ആരെയും ബാധിക്കാതെ വണ്ണം കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ എല്ലാവർക്കും അനുഭവിപ്പാൻ ഇടയാകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ആരാധന മനോഹരമാക്കുവാൻ ഇതിൽ അസിസ്റ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെയും ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്ന പ്രിയപ്പെട്ടവരെയും
ഗായക സംഘത്തെയും ഒക്കെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ പ്രിയപ്പെട്ട മക്കൾക്ക് ദേവാലയത്തിൽ വരുവാനും ഈ കാര്യങ്ങളൊക്കെ നിർവഹിപ്പാനും കർത്താവ് കൊടുത്ത മനസ്സിനായിട്ട് നന്ദി അർപ്പിക്കാം. അവരുടെ ജീവിതത്തിൽ അതൊക്കെ അനുഗ്രഹമായിരിക്കാൻ തക്കവണ്ണം ദൈവമേ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ആരെങ്കിലുമൊക്കെ നമ്മളോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 4 വർഷക്കാലം ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്ത പ്രിയപ്പെട്ട സജി ജോസഫ് അച്ഛനെയും കുടുംബത്തെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ പുതിയ ഇടവകയിലെ ശുശ്രൂഷ അനുഗ്രഹമായിരിക്കാൻ തക്കവണ്ണം ദൈവമേ നീ സഹായിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. നമ്മളെ വ്യക്തിപരമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോക ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ, ഞങ്ങൾക്ക് സങ്കേതപ്പെടുവാൻ, ഞങ്ങൾക്ക് അഭയപ്പെടുവാൻ നീ മാത്രം മതി. നിന്റെ കൃപ മാത്രം മതി. നിന്റെ സന്നിധിയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരിടവുമില്ലല്ലോ. നിന്റെ കൃപയല്ലാതെ ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ മറ്റൊന്നുമില്ലല്ലോ. ദൈവമേ, അവിടുത്തെ സാന്നിധ്യബോധം കൊണ്ട്, അവിടുത്തെ ശക്തി കൊണ്ട്, അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെല്ലാം കാത്തു പരിപാലിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങളെയും മറ്റുള്ളവരുടെ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ കൃപ ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ക്രോബേന്മാരാൽ വാഴ്ത്തപ്പെടുന്നവനും സ്രാഭേന്മാരാൽ ശുദ്ധീകരിക്കപ്പെടുന്നവനും വിവേകമുള്ള സൈന്യങ്ങളുടെ 1000 10,000 പുകഴ്ത്തപ്പെടുന്നവനും സൗരഭ്യത്തിനായി തനിക്ക് അണയ്ക്കുന്ന വഴിപാടുകളെയും പൂർണ്ണഫലങ്ങളെയും ശുദ്ധീകരിച്ച് പൂർത്തി വരുത്തുന്നവനുമായി ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ പിതാവായ ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തോടും ലജ്ജ കൂടാത്ത മുഖത്തോടും കൂടെ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ദേഹങ്ങളെയും ഞങ്ങളുടെ ദേഹികളെയും ഞങ്ങളുടെ ആത്മാക്കളെയും അവിടുന്ന് ശുദ്ധീകരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷവും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, സഹിക്കാവതല്ലാത്ത പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ പരീക്ഷയ്ക്ക് നീക്കുപോക്കുണ്ടാക്കിക്കൊണ്ട് ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നിന്റെ ധാരാളമായ കരുണകൾക്കായി നോക്കി പാർക്കുന്നതിന്റെ അടിയാർ തങ്ങളുടെ തലകളെ തിരുമുൻപാകെ വണക്കിയിരിക്കുന്നു. വാഴ്വുകൾ നീ അയച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും ദേഹദേഹി ആത്മാക്കളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവായ മിശിഹായുടെ ജീവകരമായ ശരീരരക്തങ്ങൾ കൈക്കൊള്ളുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. ഹോശോ വബികോൽ സുബാൽ നഗുൽമിൻ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യന്തമില്ലാത്തതും വന്യമായിരിക്കുന്നതും തത്വത്തിൽ ഏകമായിരിക്കുന്നതുമായ തൃത്വത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
ആദരവോടും ഭയഭക്തിയോടും കൂടെ സൂക്ഷിക്കണം. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവർത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. എന്റെ സഹോദരനും പ്രിയപ്പെട്ടവരുമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. നിന്നുയർപ്പാലതുമാഞ്ഞതിന നിനക്കായി സ്തോത്രം. എല്ലാ നാവും നിനക്കു സ്തോത്രം അർപ്പിച്ചിടുന്നേ. ആദാം സുതരെ ചേർത്തിടുവോനെ ഞങ്ങൾ ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനും ഞങ്ങളുടെ വർഗത്തിന്റെ എന്നേക്കുമുള്ള പുതുക്കത്തിനുമായി വരുവാനിരിക്കുന്നവനുമായി ദൈവപുത്ര, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായി നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ
ദൈവമായ കർത്താവേ, കാണപ്പെടാവരാത്തിന്റെ വലത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും എന്നേക്കും തിരുസന്നിധിയിലുള്ള മുഖപ്രസാദത്തിനുമായി ഗാഗുൽത്തായിൽ വെച്ച് മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്ത വിലമതിക്കാവതല്ലാത്ത തിരുശരീര രക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ ഈ കൂട്ടത്തെ നീ വാഴ്ത്തേണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയെ കൊടുക്കുന്നവരുടെ മേലും ഇവയെ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആർദ്രകരുണകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ദയതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണമേ, നിനക്ക് സ്തുതി. ഹല്ലേലൂയ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനുമായി ഗാഗുൽത്തായിൽ വെച്ച് മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഓർമ്മയിൽ സ്തോത്രത്തോടെ ഇവയെ കൈക്കൊള്ളുക. ആമേൻ. കാലത്തിലും ദുഃഖവേളയിലും അകലാത സ്നേഹിതനേ, യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കെ എന്തു മോദം ഹൃദയം വരും. യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കെ എന്തു മോദം ഹൃദയം വരും. പാപലോകത്തിൻ ശാപദോഷങ്ങൾ പാടി നീക്കാനാൾ വന്നു രക്ഷകൻ. സംഭ്രമത്തിലും സംശയത്തിലും സങ്കടത്തിലും പ്രത്യാശ നൽകുന്നു. സുഖകാലത്തിലും ദുഃഖവേളയിലും അകലാത സ്നേഹിതനേ, യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കെ എന്തു മോദം ഹൃദയം വരും. യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കെ എന്തു മോദം ഹൃദയം വരും. ഏതു നേരത്തും ഏക ചിന്തയാൽ ഏവരും ചേർന്നു സ്തോത്രങ്ങൾ അർപ്പിക്കാം. ഭക്തി പാലിക്കാൻ ശക്തി പ്രാപിക്കാൻ മുക്തി നേടിടാൻ പരിശുദ്ധനെ തേടാം. സുഖകാലത്തിലും ദുഃഖവേളയിലും അകലാത്ത സ്നേഹിതനേ, യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കെ എന്തു മോദം ഹൃദയം വരും. യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കെ എന്തു മോദം ഹൃദയം വരും. ഹൃത്തടങ്ങളോ കൈവിളക്കുകൾ കത്തിശോഭിപ്പാൻ കരുതേണമെണ്ണയേ. നേത്രമാറ്റേണം ആ ഭദ്രദീപങ്ങൾ നിത്യം മിന്നേണം മണവാളനെത്തുമ്പോൾ. സുഖകാലത്തിലും ദുഃഖവേളയിലും അകലാത്ത സ്നേഹിതനേ, യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കെ
എന്തു മോദം ഹൃദന്തം വരും. യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കെ എന്തു മോദം ഹൃദന്തം വരും. സുഖകാലത്തിലും ദുഃഖവേളയിലും അകലാത്ത നൽ സ്നേഹിതനേ, യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കെ എന്തു മോദം ഹൃദന്തം വരും. യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കെ എന്തു മോദം ഹൃദന്തം വരും. പാവലോകത്തിൻ ശാപദോഷങ്ങൾ പാടെ നീക്കാനായി വന്നിങ്ങോ രക്ഷകൻ. സംഭ്രമത്തിലും സംശയത്തിലും സങ്കടത്തിലും പ്രത്യാശ നൽകുന്നോൻ, സുഖകാലത്തിലും ദുഃഖവേളയിലും അകലാത്ത നൽ സ്നേഹിതനേ, യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കെ എന്തു മോദം ഹൃദന്തം വരും. ഈ മനോഹരമായ പ്രഭാതം ദൈവസന്നിധിയിൽ ചേർന്ന് വരുവാനും തിരുശരീരവും തിരുരക്തവും കൈക്കൊള്ളുവാനും വിശുദ്ധ ശുശ്രൂഷയിൽ സംബന്ധിപ്പാനും ദൈവം നമ്മെ ഒരുക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിലൂടെ ദൈവികമായ കൃപകൾ ധാരാളം പ്രാപിപ്പാൻ, അടുത്ത ഒരാഴ്ച കാലം ശക്തിയോടെ ബലത്തോടെ ഭൂമിയിൽ ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ വലിയ സ്നേഹത്തിനായി 1000 സ്തുതി സ്തോത്രങ്ങളെ നമുക്ക് അർപ്പിക്കാം. പാടും ഞാനേശുവിനു ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ പാടും ഞാനൻ ആഘാതാരിലാനുദിനം വാഴും ശ്രീയേശുവിനു ഒരു കേടും കൂടാതെന്നെ പാലിക്കും നാഥനു പാടി സ്തുതിക്കുമെന്നും. ഒരു കേടും കൂടാതെന്നെ പാലിക്കും നാഥനു പാടി സ്തുതിക്കുമെന്നും. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്കാർക്കും ശിക്ഷാവിധിക്കും പ്രതിപകരത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഭൂലോകം മുഴുവനും നിന്നെ മുട്ടുകുത്തി വന്ദിക്കും, സകല നാമം നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യും. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനും അവിടെ പ്രത്യാശയും നീ ആകൊണ്ട് ഞങ്ങളോടുള്ള നിന്റെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, സ്വർഗീയമായ നിന്റെ മേശയിൽ നിന്ന് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കിയ നിന്റെ കരുണയുടെ ബഹുത്വം നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുശരീര രക്തങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ നിന്റെ വിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായി ആദ്യം മുതലുള്ള നിന്റെ സകല വിശുദ്ധന്മാരോടും കൂടെ ഓഹരിയും അവകാശവും പ്രാപിക്കുമാറാകണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ.
സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ. വണക്കുന്നു. ദേവമദേവനേ നീയേ നിത്യം സർവശക്തൻ, സ്ഫടികാരഥത്തിൽ ഇരിക്കുന്നോനാം ഉന്നതവാൻ നീ, രാജൻ ദാവീദിൻ കാഴ്ച നീ കൈക്കൊണ്ടതുപോൽ ക്രിസ്തേശുവേ ഞങ്ങളിൻ പ്രാർത്ഥന കൈക്കൊള്ളണമേ. അപേക്ഷണം കൈക്കൊണ്ട് നിന്റെ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ വാഴുള്ള അനുഗ്രഹം ഞങ്ങളുടെ ഞങ്ങളെ അയക്കണമേ. എന്റെ സഹോദരരും പ്രിയപ്പെട്ടവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധ തൃത്വത്തിന്റെ കൃപകൾക്കും കരുണകൾക്കും നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുവീൻ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസയാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നവരുമായുള്ളവരെ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും, നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും പാപിയുമായ അടിയാൻ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കൃപയും കരുണയും ലഭിപ്പാൻ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീ. Get